ശ്രീ കെ യു ജനീഷ് കുമാർ, അങ്ങേക്ക് 9 മിനിറ്റ്. ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. ഇവിടെ ചാലക്കുടി അംഗത്തിൻ്റെ പ്രസംഗം കേട്ടാൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഏതെങ്കിലും ടൂറിസ്റ്റുകൾ എത്തുമോ സാർ? ടൂറിസം മന്ത്രിയോട് ഇവർക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. അത് ഈ കാലത്ത് തുടങ്ങിയതല്ല. അദ്ദേഹം വിദ്യാർത്ഥി യുവജന സംഘടന നേതാവായിരിക്കുന്ന കാലം മുതൽ തന്നെ കോൺഗ്രസിനും ലീഗിനുമെല്ലാം അദ്ദേഹത്തോട് ദേഷ്യമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഏറെക്കാലം ജയിലിലെല്ലാം പിടിച്ചിവർ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ ടൂറിസം രംഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള ഇത്തരം ചർച്ചകൾ നമ്മുടെ നാടിനെ തന്നെ തകർക്കുന്നതാണ്. നമ്മുടെ ടൂറിസം മേഖലയിൽ നമുക്കറിയാം, കോവിഡിന് ശേഷം അത്ഭുതപൂർവമായ ഒരു മുന്നോട്ട് പോക്കല്ലേ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾ മാത്രം പറയുന്നതല്ലല്ലോ, കണക്ക് തന്നെ ഇല്ലേ. 2021 ഉണ്ടായ ടൂറിസ്റ്റുകളുടെ ഇരട്ടിയാണ് 2022 ഉണ്ടായിട്ടുള്ളത്. 2023 വീണ്ടും അത് വർദ്ധിച്ചു. 2.5 കോടി ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് വർദ്ധിച്ചിട്ടുള്ളത്. എന്തെല്ലാം നേട്ടങ്ങൾ! നിങ്ങളെന്താ ഇത് കാണാതെ പോകുന്നത്? എത്ര നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ലോകത്തെ കണ്ടിരിക്കേണ്ട 53 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം മാത്രമാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാർ എന്താ ഇത് കാണാതെ പോകുന്നത്? ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഇന്ത്യയിൽ കേരളം മാത്രമേ ഇടം പിടിച്ചിട്ടുള്ളൂ. നേട്ടങ്ങൾ നിരവധിയുണ്ട്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. രാജ്യത്ത് ഇന്ത്യ ടുഡേ സർവേയിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്. അതെല്ലാം ഇങ്ങനെ ധാരാളം നേട്ടങ്ങൾ, അതെല്ലാം നേടിയെടുത്തത് എങ്ങനെയാ? ഈ രംഗത്ത് ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാമായി ചേർന്ന് ഒരു ടീമായി നിന്ന് നടപ്പിലാക്കിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ്. ഇപ്പം നമുക്കറിയാം, സാഹസിക ടൂറിസം രംഗത്ത് സമീപകാലത്തെങ്ങുമില്ലാത്തൊരു വലിയ നേട്ടമാണ് കേരളം കൈവരിച്ചത്. നിങ്ങൾ എന്താണ് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത്? നല്ലതിനെ നിങ്ങൾ നല്ലതെന്ന് പറയണ്ടേ? കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ സാധ്യതകൾ വിനിയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പോൾ വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ അവിടേക്ക് സഞ്ചാരികളെ ഒഴുക്കുകയാണ്. ബീച്ച് ടൂറിസം, ആ ബീച്ച് ടൂറിസം രംഗത്ത് ടൂറിസം വകുപ്പ് നടത്തിയിട്ടുള്ള വളരെ വേഗത്തിലുള്ള ഭാവനാപൂർണമായ പദ്ധതികൾ, അതിനെ എന്തിനാണ് നിങ്ങൾ അപകീർത്തിപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്ര മെച്ചപ്പെട്ട നിലയിലാണ് ആ ബീച്ച് ടൂറിസത്തെ കൊണ്ടുപോയി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ, അതിൻ്റെ ഭാഗമായി എത്ര ടൂറിസ്റ്റുകളാണ് എത്തിയിട്ടുള്ളത്? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അതാകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ടൂറിസ്റ്റുകളെ ഭയപ്പെടുത്തുന്ന സമീപനം. ഇവിടെ കാസർഗോഡ് ഇരിക്കൂർ അംഗം സംസാരിച്ചപ്പോൾ റിവർ ഫെസ്റ്റിവലിന് പോലെയാണ് ഈ ഗവൺമെൻറ് ഇടപെടുന്നത് എന്ന് പറയുന്നു. കാസർഗോഡ് അംഗം പ്രസംഗിക്കുമ്പോൾ പറയുന്നു ഈ റിവർ ഫെസ്റ്റിവലൊക്കെ ഇപ്പം എവിടെയാണ് എന്ന നിലയിൽ ചോദിക്കുന്ന നില. അതോടൊപ്പം തന്നെ ടൂറിസം ക്ലബ്ബുകൾ ഒക്കെ വളരെ ഭാവനാപൂർണമായ പദ്ധതികളാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഇരിക്കൂർ അംഗം പറഞ്ഞു, പൊതുമരാമത്ത് വകുപ്പിൽ ഒച്ചിൻ്റെ വേഗതയാണ്.
അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഭരിച്ച കാലമാണ്. ഇപ്പോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് ദേശീയപാത. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ദേശീയപാത ഒന്ന് നിർമ്മിച്ചാൽ അംഗീകരിക്കാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുമുണ്ട്, BJP-ക്കാരുമുണ്ട്, പലരുമുണ്ട്. ഇത് നടക്കില്ല എന്ന് കരുതിയപ്പോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിൽ 5580 കോടി രൂപ ആ പദ്ധതിക്ക് വേണ്ടി ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് മുടക്കിയിട്ടുള്ളത്. മലയോര ഹൈവേ, നിങ്ങളിൽ പലരും ഇപ്പോ എന്റെ മണ്ഡലമായ കോന്നിയിലൂടെയാണ് വരുന്നത്. കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മലയോര ഹൈവേ എത്ര സുന്ദരമായിട്ടാണ് കേരളത്തിന്റെ മലയോര മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒച്ചിന്റെ വേഗതയിലല്ല, കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. തീരദേശ ഹൈവേ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എത്രയോ കാലമായി തീരദേശ ജനതയുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. പണ്ട് കേരളത്തിലെ പല ജംഗ്ഷനുകൾ, ആ ജംഗ്ഷനുകളുടെ പ്രശ്നം നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20 ജംഗ്ഷനുകളാണ് ഈ ഗവൺമെന്റ് വിവിധ ഘട്ടങ്ങളിലായി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി സ്ഥലം ഏറ്റെടുപ്പെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയെ കൂടി അടിക്കാൻ വേണ്ടിയാണല്ലോ പൊതുമരാമത്ത് മന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും എല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. മുമ്പ് നമുക്കറിയാം, നിങ്ങൾ കേരളം ഭരിച്ച സമയത്ത് റോഡിൽ കുഴിയെണ്ണാൻ പോകാൻ ചില മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ചിലരെല്ലാം പരമ്പരകൾ തീർക്കുമായിരുന്നു, റോഡിന്റെ കുഴികളുടെ പരമ്പര. ഇപ്പൊ അവർ പരമ്പര നടത്താത്തത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം. അവർ പരമ്പര നടത്താൻ ഇറങ്ങി തിരിച്ചാൽ കേരളത്തിൽ കുഴികൾ കാണില്ല. കാരണം എന്താ? ദീർഘവീക്ഷണത്തോടെ നടത്തിയിട്ടുള്ള വിവിധ പദ്ധതികൾ, റണ്ണിംഗ് കോൺടാക്ട് സിസ്റ്റം ഉൾപ്പെടെ 486 കോടി രൂപയാണ് റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി സമയബന്ധിതമായി നടപ്പിലാക്കി പൂർത്തീകരിച്ചിട്ടുള്ളത്. ക്വാളിറ്റി, അതിനുവേണ്ടി പ്രത്യേക സംവിധാനം നിശ്ചയിച്ചു. 100 പാലങ്ങൾ പണിതു. ഒരു പാലവും കേരളത്തിൽ പൊളിഞ്ഞിട്ടില്ല. അഴിമതി തടയാൻ ആർജവത്തോടെ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ. റെസ്റ്റ് ഹൗസുകൾ എന്തായിരുന്നു മുമ്പ്? റെസ്റ്റ് ഹൗസുകളുടെ സ്ഥിതി ഇപ്പോ പാവപ്പെട്ടവന്, സാധാരണപ്പെട്ടവന് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ആ റെസ്റ്റ് ഹൗസുകളിൽ പോയി താമസിക്കാം. 20 കോടി രൂപയിലധികമാണ് ഈ ഗവൺമെന്റിന് വരുമാനമുണ്ടായിട്ടുള്ളത്. പിന്നീട് കാസർഗോഡ് അംഗം വളരെ ആവേശത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പോഴല്ല, പല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. 19 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അന്നും ഞങ്ങൾക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും ഞങ്ങൾക്കൊന്നേ ഉള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കും, ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ 2019 പരാജയം മനസ്സിലാക്കി 2021 കാരിരുമ്പിന്റെ കരുത്തിൽ തിരിച്ചു വന്നതുപോലെ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വരും. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ കൊടി താഴ്ത്തിക്കെട്ടില്ല. ഞങ്ങളുടെ ചുവന്ന കൊടി എത്ര പരാജയപ്പെട്ടാലും ഞങ്ങൾ ഉയർത്തി തന്നെ പിടിക്കും. ഞങ്ങളുടെ ജീവൻ പോവണം ആ കൊടി താഴ്ത്തിക്കെട്ടാൻ. പക്ഷെ നിങ്ങൾ മുന്നണിയായി മത്സരിക്കുമ്പോ നിങ്ങളുടെ കൊടി പിടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ ആ കൊടിയും മടക്കി കക്ഷത്തിൽ വെച്ച മടങ്ങിപ്പോയ ലോകത്തിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് മാത്രം ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്.